ഞാൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് അക്വാട്ടിക് അനിമൽ ഹെൽത്ത് മാനേജ്മെൻറ്റിൽ കുറച്ച് പോർഷൻസാണ് എടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഫിഷ് റിലേറ്റഡ് ഡിസീസസിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഫിഷ് ഡിസീസസ് ആണ്. ഓക്കെ, fish elements can be separated into 4 general types, including bacterial infections, fungal infections, parasitic or protozoan infections, and physical elements and bones. അപ്പോൾ ഫിഷ് ഡിസീസസ് എന്ന് പറയുന്നത് മെയിനായിട്ടും 4 കാറ്റഗറി, 4 മൈക്രോബ്സ് വഴിയാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയൽ, ഫംഗലുണ്ട്, പാരസൈറ്റിക് ഉണ്ട്, പ്രോട്ടോസോവൻ ഉണ്ട്. അതുകൂടാതെ തന്നെ എന്തൊക്കെയാണ് വൂൺസ് വഴിയും എലിമെൻറ്റ്സ് വഴി, ഫിസിക്കൽ എലിമെൻറ്റ്സ് വഴിയൊക്കെ തന്നെ ഈ പാത്തജൻസ് ഫിഷിൻ്റെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. ബാക്ടീരിയൽ ഡിസീസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബാക്ടീരിയൽ ഡിസീസസ് ആർ യൂഷ്വലി ക്യാരക്ടറൈസ്ഡ് ബൈ റെഡ് സ്ട്രീക്സ് ഓർ സ്പോട്സ് ആൻഡ് ഓർ സ്വെല്ലിംഗ് ഓഫ് ദി അബ്ഡമൻ ഓർ ഐ. അപ്പം ബാക്ടീരിയൽ ഡിസീസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ബാക്ടീരിയൽ ഡിസീസ് ആണെങ്കിൽ റെഡ് സ്ട്രീക്സ് കാണും അവരുടെ ബോഡിയിൽ, അതുപോലെ തന്നെ സ്പോട്സ് അല്ലെങ്കിൽ സ്പോട്സ് കാണും. അത് കൂടാതെ അവർ അബ്ഡമനും അയ്യും ഒക്കെ സ്വെല്ല് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ദീസ് ആർ ബെസ്റ്റ് ട്രീറ്റഡ് ബൈ ആൻറ്റിബയോട്ടിക്സ് സച്ച് ആസ് പെൻസിലിൻ, അമോക്സിസിലിൻ ഓർ എറിത്രോമൈസിൻ. അപ്പം പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ഏതൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന? പെൻസിലിൻ, അമോക്സിസിലിനും എറിത്രോമൈസിനും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫംഗൽ ഡിസീസാണ്. കോമൺ ഫംഗൽ ഇൻഫെക്ഷൻ ഓഫൺ ലുക്ക് ലൈക്ക് ഗ്രേ ഓർ വൈറ്റ് ഫ്ലഫി പാച്ചസ്. അപ്പം കോമൺ ആയിട്ട് ഫംഗൽ ഡിസീസസ് ഉണ്ടെങ്കിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അവരുടെ ബോഡിയിലാണെങ്കിൽ ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് ഫ്ലഫി പാച്ചസ് കാണും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാരസൈറ്റിക് ഡിസീസസ് ആണ്. പാരസൈറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ പാരസൈറ്റിക് ഡിസീസസ് കോൾഡ് ഇച്ച് can be treated most effectively with copper or malachite green in the right dose. Most treatments will have copper as an ingredient. Many water treatments like Aquarisol will also contain copper as an ingredient. അപ്പോൾ ഈ പാരസൈറ്റിക് ഡിസീസിന് എതിരായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലെല്ലാം തന്നെ കോപ്പറും മാലക്കൈറ്റ് ഗ്രീനും വളരെ എഫിഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ്സ്, അതായത് അക്വാറിസോൾ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിലും കോപ്പറാണ് മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ ട്രീറ്റ്മെൻറ്റ് യു യൂസ് ഈസ് ആൻ ആൻറ്റിബയോട്ടിക് ഓർ കോപ്പർ ബേസ്ഡ്, റിമെമ്പർ ടു റിമൂവ് ഓൾ കാർബൺ ഫ്രം ദ ഫിൽട്രേഷൻ സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ആൻറ്റിബയോട്ടിക്കോ കോപ്പറോ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റത്തിൽ നിന്നും, ഫിഷ് ടാങ്കിലുള്ള സിസ്റ്റത്തിൽ നിന്ന് കാർബൺ റിമൂവ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്യൂറൻകുലോസിസ്, ദെൻ കൊളംനാറിസ്, ഡ്രോപ്സി, വിബ്രിയോസിസ്, ട്യൂബർകുലോസിസ്, ബാക്ടീരിയൽ ഗിൽ ഡിസീസ്, ഫിൻ റോട്ട് ഓർ ടെയിൽഡ് റോട്ട്. അപ്പോൾ ഇതിൽ ഫിൻ റോട്ട് കോസ് ചെയ്യുന്ന ഓർഗാനിസം സ്യൂഡോമോണാസ് ആണ്. അതുപോലെ തന്നെ മൗത്ത് ഫംഗസ് എന്ന് പറയുന്നൊരു ഡിസീസും ബാക്ടീരിയൽ ഡിസീസാണ്. അത് സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ഫ്ലാവോ ബാക്ടീരിയം. അപ്പം മൗത്ത് ഫംഗസ് എന്ന് പറയുന്നത് ഫ്ലാവോ ബാക്ടീരിയം കോസ് ചെയ്യുന്നൊരു ഡിസീസാണ്. ഫിൻ റോട്ട് എന്ന് പറയുന്നത് സ്യൂഡോമോണാസ് കോസ് ചെയ്യുന്നൊരു ഡിസീസാണ്. ഓക്കെ, ഇതിൽ ഫ്ലൂറൻകുലോസിസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള സെപ്റ്റിസീമിക് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസാണ്. ഇത് മെയിനായിട്ടും സാൽമണോയിഡ് ഫിഷസിലാണ് കണ്ടുവരുന്നത്. സാൽമണോയിഡ് ഫിഷസിലാണ് ഫ്ലൂറൻകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയൽ ഡിസീസസ് കണ്ടുവരുന്നത്. ദ കോമൺ നെയിം ഓഫ് ദി ഡിസീസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് ബ്ലിസ്റ്റേഴ്സ് ഓർ ഫ്ലൂറൻകൂൾസ് ഓൺ ദ സർഫസ് ഓഫ് ക്രോണിക്കലി ഇൻഫെക്റ്റഡ് സാൽമണോയിഡ്സ്. അപ്പോൾ ഈ സാൽമണോയിഡ്സിൻ്റെ ശരീരത്ത് ഫ്യൂറൻകുലോസിസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഫ്യൂറൻക്യൂൾസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഇത് മെയിനായിട്ടും ഈ ഫ്യൂറൻകുലോസിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്ന് വെച്ചാൽ സ്ട്രെപ്റ്റോകോക്കസ് ഓറിയസ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ഓറിയസ് ആണ് ഫ്ലൂറൻകുലോസിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കൊളംനാരീസ് ആണ്. ഈ കൊളംനാരീസ് എന്ന് പറയുന്നതിന് ഓൾസോ കോട്ടൺ മൗത്ത് എന്നും നെയിമുണ്ട്, കോമൺ നെയിമുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇൻഫെക്ഷ്യസ്, ഇത് മെയിനായിട്ടും കോസ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് എറോബിക് റോഡ് ഷേപ്ഡ് ബാക്ടീരിയമാണ്. ദാറ്റ് ഈസ്
ഫ്ലാവോബാക്ടീരിയം കൊളുംനാരെ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് കൊളുംനാരീസ് ഉണ്ടാക്കുന്നത്. ഏതാണ്? ഫ്ലാവോബാക്ടീരിയം കൊളുംനാരെയാണ് കൊളുംനാരീസ് ഡിസീസ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഡ്രോപ്സിയാണ്. ഡ്രോപ്സി ഈസ് എ condition in fish caused by the build-up of fluid inside the body cavity or tissues. അതായത് ബോഡി ക്യാവിറ്റിയിലും ഫിഷ് ടിഷ്യൂസിലും ഒക്കെ ഫ്ലൂയിഡ് ബിൽഡപ്പ് ആവുന്ന ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറഞ്ഞാൽ ഡ്രോപ്സി എന്ന് പറയുന്നത്. ആസ് എ സിംറ്റം റാദർ ദാൻ എ ഡിസീസ് ഇറ്റ് ഈസ് ഓൺ റൈറ്റ് ഇറ്റ് ക്യാൻ ഇൻഡിക്കേറ്റ് എ നമ്പർ ഓഫ് അണ്ടർലൈങ് ഡിസീസസ് ഇൻക്ലൂഡിങ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ എന്താണ് ഫ്ലൂയിഡ് ബിൽഡപ്പ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ അത് കൂടാതെ വിബ്രിയോസിസ് ഉണ്ട്, ട്യൂബർകുലോസിസ് ഉണ്ട്, ബാക്ടീരിയൽ ഗിൽ ഡിസീസസ് ഉണ്ട്, ഫിൻ റോട്ട് അഥവാ ടെയിൽ റോട്ട് ഉണ്ട്. ഫിൻ റോട്ട് എന്ന് പറഞ്ഞാൽ സ്യൂഡോമോണാസ് ആണ് കോസ് ചെയ്യുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസസ് ഇൻ ഫിഷ്. ഇനി വൈറൽ ഡിസീസസ് നോക്കാം. വൈറസ് ഈസ് കൺസിഡർഡ് ടു ബി ദ ലോവസ്റ്റ് ഫോം ഓഫ് ലൈഫ് ആൻഡ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ്. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വൈറൽ ഡിസീസസ് ഓഫ് ഫിഷസ് ആർ ബ്രീഫ്ലി ഡിസ്ക്രൈബ്ഡ്. ഫസ്റ്റ് വൺ ഈസ് സ്പ്രിംഗ് വൈർമിയ ഓഫ് ക്രാബ്, SVC എന്ന് പറയും. ഇതൊരു വൈറൽ ഡിസീസാണ്. സ്പ്രിംഗ് വെർമിയ ഓഫ് കാർപ്പ്. നെക്സ്റ്റ് വൺ വന്ന് സ്വിം ബ്ലാഡർ ഇൻഫ്ലമേഷൻ, SBI എന്നാണ് ഷോർട്ട് ഫോം. സ്വിംഗ് ബ്ലാഡർ ഇൻഫ്ലമേഷൻ. നിങ്ങൾ ജസ്റ്റ് ബാക്ടീരിയയുടെ കേസിൽ നിങ്ങൾ ബാക്ടീരിയയുടെ പേരും കൂടെ ഓർത്ത് വെക്കുക. വൈറൽ ഡിസീസിൻ്റെ കേസിൽ നിങ്ങൾ ജസ്റ്റ് ഏതൊക്കെയാണ് വൈറൽ ഡിസീസ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, വൈറൽ റീനൽ ഡിസീസസ് ഓഫ് ഈൽസ്, ദെൻ ചാനൽ കാറ്റ്ഫിഷ് വൈറൽ ഡിസീസ്, പോക്സ് ഡിസീസ് ഓഫ് കാർബ്സ്, ലിംഫോസിസ്റ്റിക് ഡിസീസ്. ഇത്രയാണ് വൈറൽ ഡിസീസ്. എന്നൂടെ പറയും. സ്പ്രിംഗ് വൈർമിയ ഓഫ് കാർപ്പ്, swim bladder inflammation, viral renal diseases of eels, channel catfish viral disease, pox diseases of carp, then lymphocystic disease. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫംഗസ് എന്ന് പറയുന്ന മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്പോർ പ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആണ്. അതുപോലെ ഇത് മെയിനായിട്ടും ഡെഡ് മാറ്ററിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. ചില ഫംഗസ് പാരസൈറ്റിക് ആയിട്ടുള്ള ഫംഗസുകളുണ്ട്. അപ്പോൾ ഫംഗൽ സ്പോർസ് ആർ കോമൺലി ഫൗണ്ട് ഇൻ അക്വേറിയം വാട്ടർ. ഫംഗൽ സ്പോർസ് കോമൺ ആണ് അക്വേറിയം വാട്ടറിൽ. ഹെൽത്തി ഫിഷ് എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രൊട്ടക്റ്റീവ് മ്യൂക്കസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ബോഡി നോക്കുവാണെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് മ്യൂക്കസ് കവറിങ് ആണ്. നിങ്ങൾക്ക് തൊടുമ്പോൾ തന്നെ അറിയാലോ. ഈ പ്രൊട്ടക്റ്റീവ് മ്യൂക്കസ് കവറിങ് ഇങ്ങനെയുള്ള ഫംഗൽ സ്പോർസിൻ്റെ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗസ് ഏതൊക്കെ ഫംഗസ് ആണ് നമ്മുടെ ഫിഷിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അക്വാട്ടിക് ഫഞ്ചൈ, എക്സാമ്പിൾ സാപ്രോലെഗ്നിയ എന്ന് പറയുന്ന ഒരു മേജർ ഫംഗസ് ആണ്. ഫിഷ് ദാറ്റ് ആർ ഇൻ പുവർ ഹെൽത്ത് ആൻഡ് ഹാവ് ഡാമേജ്ഡ് മ്യൂക്കസ് മെംബ്രെയിൻസ് ത്രൂ ബാഡ് വാട്ടർ ക്വാളിറ്റി, റഫ് ഹാൻഡ്ലിംഗ്, ഫൈറ്റിംഗ് ഓഫ് ഫിസിക്കൽ ഇഞ്ചുറി ആർ മോർ പ്രോൺ ടു ഇൻഫെക്ഷൻ. ഫംഗസ് ക്യാൻ ബി സെക്കൻഡറി ഇൻഫെക്ഷൻ ഓഫ് അതർ കണ്ടീഷൻസ്. ഇത് എങ്ങനെയാണ്? ഫിഷിൻ്റെ ബോഡിയിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫിഷോ അല്ലെങ്കിൽ ഡാമേജ്ഡ് മ്യൂക്കസ് മെംബ്രെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ഇഞ്ചുറിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫംഗസിന് അതിലൂടെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റും. സിംറ്റം എന്ന് പറയുന്നത് ഗ്രേ വൈറ്റ് ഓർ ബ്രൗൺ കോട്ടൺ വൂൾ ലൈക്ക് ഗ്രോത്ത്സ് ഓൺ ദ സ്കിൻ ഓർ ഫിൻസ്. സ്കിന്നിലും ഫിൻസിലും ഒക്കെ ഗ്രേ വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ കോട്ടൺ വൂൾ ലൈക്ക് ഗ്രോത്ത് ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ അത്രയാണ് മെയിനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഫിഷ് ഡിസീസസ് എന്ന് പറയുന്നത്. ഞാൻ മെയിനായിട്ട് ബാക്ടീരിയൽ, വൈറൽ ആൻഡ് ഫംഗൽ ഡിസീസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് മറ്റൊരു ടോപ്പിക്കാണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തെ പറ്റി കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അക്വാട്ടിക് എക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വാട്ടർ ബേസ്ഡ് എക്കോസിസ്റ്റംസ് ആണ്. They are an area of water in which a significant biological activity can occur. The definition excludes most groundwater system. Then aquatic ecosystems can involve flowing or still water and can be fresh or saline. അപ്പോൾ aquatic ecosystem എന്ന് പറയുന്നത് എന്തൊക്കെ കൺസിസ്റ്റിംഗ് ആണ്? സ്റ്റിൽ വാട്ടർ ആവാം, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ, അല്ലെങ്കിൽ സലൈൻ വാട്ടർ ആവാം, അല്ലെങ്കിൽ ഫ്ലോയിങ് വാട്ടറും ആവാം.
ഇനി ഹൗ മെനി ടൈപ്സ് ആർ ദെയർ, അക്വാട്ടിക് എക്കോസിസ്റ്റംസ് എത്ര തരമുണ്ട്, ഏതൊക്കെയാണ്? അപ്പോൾ ഒരുപാട് സെവറൽ ഡിപ്പെൻഡിങ് ഓൺ ഹൗ ക്ലോസ് വി ലുക്ക്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടറാണ്. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ഉണ്ട്. ഫ്രഷ് വാട്ടറിനെ നമ്മൾ ലിംനോളജി എന്നാണ് പറയുന്നത്. ഈ ടെർമിനോളജിയൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. മേ ബി ഒരു ക്വസ്റ്റ്യനൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണല്ലോ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണല്ലോ, കിട്ടിയാലോ. അപ്പോൾ ഫ്രഷ് വാട്ടറിനെ നമ്മൾ പറയുന്നതാണ് ലിമിനോളജി എന്ന് പറയും. മെയിനായിട്ടും ലേക്സും റിവേഴ്സും ആണ് വരുന്നത്. ലേക്സ് ആണ് ലെൻറ്റിക് എന്ന് പറയും, റിവർ ആണെങ്കിൽ ലോട്ടിക് എന്നും പറയും. ഓക്കെ, ലെൻറ്റിക് ആണെങ്കിൽ ലെൻറ്റിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് ഈസ് റിലേറ്റഡ് ടു ലേക്സ് ആണ്. ലോട്ടിക് എക്കോസിസ്റ്റം ഈസ് റിലേറ്റഡ് ടു റിവർ. ദെൻ ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്. ദെൻ ബ്രാക്കിഷ് വാട്ടർ ഉണ്ട്. ബ്രാക്കിഷ് വാട്ടറിനെയാണ് ഇന്റർ ടൈഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മറൈൻ വാട്ടർ ഉണ്ട്, അത് ഓഷ്യനോഗ്രഫി എന്ന് പറയും. ആന്ത്രോപോജനിക് വാട്ടേഴ്സ് ഉണ്ട്, എക്സാമ്പിൾ ആണ് ഡ്രിങ്കിങ് വാട്ടർ. Then some of the characteristics of aquatic ecosystems നോക്കാം. Factors such as temperature, sunlight, oxygen and nutrients determine which organisms live in which area of the water. 3 groups of aquatic organisms. അപ്പം ഏതൊക്കെയാണ്? സൺലൈറ്റ്, ഒരു വാട്ടർ ഒരു എക്കോസിസ്റ്റത്തിലെ ടെമ്പറേച്ചറോ സൺലൈറ്റ്, ഓക്സിജൻ, ന്യൂട്രിയൻസ്, ഇതെല്ലാം തന്നെയാണ് അത് അവിടെ ഏത് തരത്തിലുള്ള ഓർഗാനിസംസ് ആണ് ലീവ് ചെയ്യുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം മെയിനായിട്ടും 3 ഗ്രൂപ്പ് ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ് ആണുള്ളത്. പ്ലാങ്ക്ടൺ ഉണ്ട്, നെങ്ക്ടൺ ഉണ്ട്, ബെന്തോസ് ഉണ്ട്. പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് മോസ്റ്റ്ലി മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണ്. ദേ ഫ്ലോട്ട് ഓർ ഡ്രിഫ്റ്റ് ഫ്രീലി ഇൻ ദ വാട്ടർ ആൻഡ് ക്യാൻ ബി മൈക്രോസ്കോപ്പിക് അനിമൽസ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ വെള്ളത്തിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് കാണപ്പെടുന്നതാണ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അനിമൽസ് ആണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്ടൺ ആണ്. പ്ലാങ്ക്ടൺ ഉണ്ട്, അതുപോലെ തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടനും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെങ്ക്ടൺ ആണ്. നെങ്ക്ടൺ ആർ ഓൾ ഓർഗാനിസംസ് ദാറ്റ് സ്വിം ആക്റ്റീവ്ലി ഇൻ ഓപ്പൺ വാട്ടർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് കറൻസ്. അപ്പം ഈ ഒഴുക്കിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്താണ് ആക്റ്റീവായിട്ട് സ്വിം ചെയ്യുന്ന എല്ലാ ഓപ്പൺ വാട്ടറിൽ ആക്റ്റീവായിട്ട് സ്വിം ചെയ്യുന്ന എല്ലാ ഓർഗാനിസത്തിനെയും നമ്മൾ നെങ്ക്ടൺ എന്നാണ് പറയുന്നത്. ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബെന്തോസ് ആണ്. ബെന്തമിക് എന്നും പറയും. ബെന്തോസ് എന്ന് പറയുമ്പോൾ ദേ ആർ ബോട്ടം ഡ്വെല്ലിംഗ് ഓർഗാനിസംസ് ഓഫ് ദി സീ ഓർ ഓഷ്യൻ ആൻഡ് ആർ ഓഫൺ അറ്റാച്ച് ടു ഹാർഡ് സർഫസ്. അതായത് ഓഷ്യൻ സീ ഫ്ലോറിലൊക്കെ കാണപ്പെടുന്ന ഏറ്റവും ബോട്ടത്തിൽ കാണപ്പെടുന്ന സീയുടെ ഏറ്റവും ബോട്ടത്തിൽ കാണപ്പെടുന്ന ഓർഗാനിസംസിനെ നമ്മൾ ബെന്തോസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ലേക്ക് നോക്കാം. ലേക്കിൽ മെയിനായിട്ടുള്ള സോൺസ് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ലാസ്റ്റ് ടൈമും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ സോൺസിനെ പറ്റി പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ലേക്കിലായാലും ഓഷ്യനിലായാലും ഡിഫറെൻറ്റ് സോൺസ് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ലേക്കിൻ്റെ കേസിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലിറ്ററൽ സോണാണ്. ലിറ്ററൽ സോൺ എന്ന് പറയുമ്പോൾ ഷാളോ സോൺ വെയർ ലൈറ്റ് റീച്ചസ് ദ ബോട്ടം ആൻഡ് nurtures plants and aquatic life is diverse and abundant. അതായത് അക്വാട്ടിക് ലൈഫ് വളരെ ഡൈവേഴ്സും അബണ്ടൻറ്റും ആയിട്ടുള്ളൊരു സോണാണ് ലിറ്ററൽ സോൺ എന്ന് പറയുന്നത്. അതിന് കാരണം നല്ല ലൈറ്റ് ഉണ്ട് അല്ലേ. ലൈറ്റ് എന്ന് പറയുന്നത് ഈ ലിറ്ററൽ സോണിൻ്റെ ബോട്ടം വരെ റീച്ച് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും? പ്ലാന്റ്സിനെയും അവിടുത്തെ അക്വാട്ടിക് ലൈഫിനെയൊക്കെ നർച്ചർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സും അബണ്ടൻ്റ് ആയിട്ട് ലൈഫായിരിക്കും ലിറ്ററൽ സോണിൽ കാണപ്പെടുന്നത്. In open water, plants, algae and some bacteria capture solar energy to make their own food during photosynthesis. അത് നിങ്ങൾക്കറിയാം. ദെൻ ബെന്തിക് സോൺ ഉണ്ട്, ലിറ്ററൽ സോൺ ഉണ്ട്, ബെന്തിക് സോൺ ഉണ്ട്. ബെന്തിക് സോൺ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് റീജിയൻ നിയർ ദ ബോട്ടം ഓഫ് എ പോണ്ട്. അതായത് പോണ്ടിൻ്റെയൊക്കെ ഏറ്റവും ബോട്ടത്തിലുള്ള അടിയിലുള്ള ഭാഗമാണ് ബെന്തിക് സോൺ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് മെയിനായിട്ടും ഡീകമ്പോസേഴ്സും ഇൻസെക്ട് ലാർവയൊക്കെയാണ് കാണപ്പെടുന്നത്. സം ബോഡീസ് ഓഫ് ഫ്രഷ് വാട്ടർ ഹാവ് ഏരിയാസ് സോ ഡീപ്പ് ദാറ്റ് ദർ ഈസ് ലിറ്റിൽ ലൈറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ബെന്തിക് സോൺ ആയതുകൊണ്ട് തന്നെ ലൈറ്റിന് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഏരിയ ആണ്. അവിടെ എന്താണ് ഫോട്ടോസിന്തസിസ് കാര്യമായിട്ട് നടക്കത്തില്ല. അതുപോലെ തന്നെ എന്താണ് ഇവഞ്ച്വലി ഡെഡ് ആൻഡ് ഡീക്കിങ് ഓർഗാനിസംസ് റീച്ച് ദ ബെന്തിക് സോൺ. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ലിവിങ് ഓർഗാനിസംസ് ഒന്നും കാണത്തില്ല. കാരണം അവിടെ ലൈറ്റ് റീച്ച് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അക്വാട്ടിക് പ്ലാന്റ്സിനും ഒന്നും ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. അപ്പോൾ അവിടെ റിലേറ്റീവ്ലി കുറച്ച് എന്താണ് ലിവിങ് ഓർഗാനിസംസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഹൗ ന്യൂട്രിയൻസ് അഫക്ട് ദ ലേക്ക്. ദ യൂട്രോഫിക്കേഷൻ
കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതാണ് അത് ഇൻക്ലൂഡ് ചെയ്തത്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് സച്ച് ആസ് നൈട്രേറ്റ്സ് ഇൻ ആൻ അക്വാട്ടിക് സിസ്റ്റം ഈസ് കാൾഡ് യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രിയൻസ്, അതായത് നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സും ഒക്കെ എന്താണ് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അക്വാട്ടിക് സിസ്റ്റത്തിൽ, എക്കോസിസ്റ്റത്തിലൊക്കെ വന്നിട്ട് അവിടെ എന്താണ് ഈ ഒരു നൈട്രേറ്റ്സിൻ്റെയും ഫോസ്ഫേറ്റ്സിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ കൂടുന്നൊരവസ്ഥ, അതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. As the amount of plants and algae grow, the number of bacteria feeding on the decaying organisms also grow. അപ്പോൾ യൂട്രോഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ വാട്ടർ ബോഡീസിലെല്ലാം തന്നെ പ്ലാന്റ്സും ആൽഗയൊക്കെ ഒരുപാട് വളരും. അത് എന്തിനെ അനുവദിക്കും? ഒരുപാട് ബാക്ടീരിയ, ഇവരെ ഫീഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ ഗ്രോത്തിനും കാരണമാവും അല്ലേ. These bacteria use the oxygen dissolved in the lake's water. Eventually, the reduced amount of oxygen kills oxygen-loving organisms. അങ്ങനെ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? ലേക്കിലുള്ള ഡിസോൾഡ് ഓക്സിജനെ എല്ലാം തന്നെ യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഉള്ള അതർ ഓർഗാനിസംസിന്, അതായത് ഫിഷ് പോലുള്ള അക്വാട്ടിക് ഓർഗാനിസത്തിന് അവിടെ ജീവിക്കാൻ പറ്റാത്തതാവും. കാരണം അവർക്ക് എന്താണ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഒരു സ്പീഷീസിൻ്റെ എക്സ്റ്റെൻഷൻ സംഭവിക്കുന്നത്. അതെല്ലാം തന്നെ യൂട്രോഫിക്കേഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ബാക്ടീരിയ ഓക്സിജൻ ഒരുപാട് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം അവിടുത്തെ ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് കുറയുന്ന ഒരു കണ്ടീഷനാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ആ വാട്ടറിൽ ഓക്സിജൻ്റെ അളവ് കുറവാണെന്നാണ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് കുറവാണെന്നാണ് അർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഷ്യൻ സോൺസ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ടൈമും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഓഷ്യൻ സോൺസിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ലൈറ്റ് റീച്ച് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത്, അതായത് ഓരോ ലെയറിലും ലൈറ്റ് റീച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു ഡിവിഷൻ നടക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഷോറിൽ നിന്ന്, ഓഷ്യൻ്റെ ഷോറിൽ നിന്നും ഉള്ളിലേക്ക് പോകുമ്പോൾ ഉള്ള വ്യത്യാസം അനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോട്ടിക് സോൺ, അതായത് ലൈറ്റിനെ അനുസരിച്ചാണെങ്കിൽ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഫോട്ടിക് സോണും ഉണ്ട്, അഫോട്ടിക് സോണും ഉണ്ട്. ഫോട്ടിക് സോൺ എന്ന് പറയുന്നത് എന്താണ്? ടോപ്പിൽ നിന്ന് 200 മീറ്റേഴ്സ് ഓഫ് ദി വാട്ടർ, അതായത് ഏറ്റവും മുകളിലുള്ള ഒരു 200 മീറ്റേഴ്സ് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. ഈ സോണിലാണ് ഇനഫ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടും. അതവിടെ എന്താണ് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ അക്വാട്ടിക് പ്ലാന്റ്സിനൊക്കെ നന്നായിട്ട് വളരാനായിട്ട് പറ്റും. ദാറ്റ്സ് വൈ ദർ ആർ മോർ ലിവിങ് തിങ്സ് ഹിയർ ദാൻ ഇൻ ദ അഫോട്ടിക് സോൺ. അപ്പം അഫോട്ടിക് സോണിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലിവിങ് ഓർഗാനിസംസ് ഫോട്ടിക് സോണിൽ ഉണ്ടാവാൻ കാരണം അവിടുത്തെ സൺലൈറ്റിൻ്റെ ഒരു എമൗണ്ടാണ് അല്ലേ. ദെൻ അഫോട്ടിക് സോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 200 മീറ്റേഴ്സിൽ താഴെയുള്ള സോണാണ് അഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. അവിടെ ഇനഫായിട്ട് സൺലൈറ്റ് റീച്ച് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസും ക്രമേണ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ലിവിങ് ഓർഗാനിസംസും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ദെൻ ബെന്തിക് സോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഓഷ്യൻ ഫ്ലോറിനെയാണ് ബെന്തിക് സോൺ എന്ന് പറയുന്നത്. ഓഷ്യൻ ഫ്ലോർ ഡ്രോപ്സ് ആസ് യു മൂവ് എവേ ഫ്രം ദ കോണ്ടിനെൻറ്റ്സ്. There are fewer living things on the ocean floor where the water is very deep. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ ഫ്യൂ ആയിരിക്കും ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, അപ്പം ബെന്തിക് സോണിൽ സൺലൈറ്റ് റീച്ച് ചെയ്യാത്തൊരു ഏരിയയാണ് ബെന്തിക് സോൺ. അതുകൊണ്ട് തന്നെ അവിടെ ലിവിങ് ഓർഗാനിസംസ് വളരെ കുറവായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ക്ലാസിഫിക്കേഷൻ നോക്കാം. അതായത് സീ ഷോറിൽ നിന്ന് അല്ലെങ്കിൽ ഓഷ്യൻ ഷോറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻ്റർ ടൈഡൽ സോണ്, നെറിട്ടിക് സോണ്, ഓഷ്യാനിക് സോൺ. ലാസ്റ്റ് നെറിട്ടിക് സോൺ ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻ്റർ ടൈഡൽ സോൺ എന്ന് പറയുന്നത് വളരെ ക്ലോസ് ടു ഷോറാണ്. അറ്റ് ഹൈ ടൈഡ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. അറ്റ് ലോ ടൈഡ് ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു എയർ. ഓക്കെ, ലിവിങ് തിങ്സ് മസ്റ്റ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് കണ്ടീഷൻസ് ആൻഡ് മൂവിങ് വാട്ടർ ഇൻ ദിസ് സോൺ. അതായത് നമ്മളുടെ ഈ ഇൻ്റർ ടൈഡൽ സോൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു
കടലിനടുത്ത് പോവുകയാണെങ്കിൽ ഈ കടലിൻ്റെ തിരമാലകൾ വന്ന് അടിക്കുന്ന ഒരു പാറക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കടൽ ഭിത്തി ഈ പാറക്കെട്ടുകളൊക്കെ കാണുമല്ലോ, ആ ഒരു സോൺ, അതായത് ആ പാറക്കെട്ടിനും തിരമാലയ്ക്കും ഇടയ്ക്കുള്ളൊരു സോൺ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇൻ്റർ ടൈഡൽ സോൺ എന്ന് പറയുന്നത്. ഇവർ വളരെ ഷോറിനോട് ക്ലോസ് ചെയ്തിരിക്കും. പക്ഷേ എന്താണ്, ഹൈ ടൈഡിൻ്റെ കേസിൽ ഇവർ വാട്ടറായിട്ട് കവേർഡ് ആയിരിക്കും. പക്ഷെ ലോ ടൈഡിൽ അവിടെ അത് എയറിനോട് എക്സ്പോസ്ഡ് ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെറിറ്റിക് സോണാണ്. ലൈസ് ഓവർ ദ കോണ്ടിനെൻ്റൽ ഷെൽഫ്. ദ വാട്ടർ ഈസ് നോട്ട് വെരി ഡീപ്പ്. ദർ ആർ പ്ലെൻറ്റി ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് സൺലൈറ്റ്. അതെന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ഷെൽഫിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയയാണ് നെറിറ്റിക് സോൺ എന്ന് പറയുന്നത്. ഇതും നമ്മുടെ സീ ഷോറിനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ഇൻ്റർ ടൈഡൽ സോണാണ്. അത് കഴിഞ്ഞിട്ട് കാണപ്പെടുന്നത് നെറിറ്റിക് സോണാണ്. ഓക്കെ, ഇവിടെ എന്താണ്, പ്ലെൻറ്റി ഓഫ് ന്യൂട്രിയൻസും സൺലൈറ്റും എല്ലാം തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഗാനിസംസും ഇവിടെ ഈ ഒരു ഫേസിൽ കാണപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഓഷ്യാനിക് സോണാണ്. ഇസ് ദ ഓപ്പൺ ഓഷ്യൻ ഔട്ട് പാസ് ദ കോണ്ടിനെൻ്റൽ ഷെൽഫ്. അതായത് ഇതൊരു ഓപ്പൺ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഉൾക്കടൽ എന്ന് പറയുമല്ലോ, ആ ഒരു ഏരിയ ആണ് നമ്മുടെ ഓഷ്യാനിക് സോണിൽ വരുന്നത്. ദ വാട്ടർ മേ ബി വെരി ഡീപ്പ്. ന്യൂട്രിയൻസ് മേ ബി സ്കേഴ്സ്. ഫ്യൂവർ ഓർഗാനിസംസ് ലീവ് ഇൻ ദിസ് സോൺ. അപ്പം ഉൾക്കടലിൽ വളരെ ഫ്യൂവർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം അവിടെ എന്താണ്, ന്യൂട്രിയൻസ് ഒക്കെ വളരെ സ്കേഴ്സ് ആയിരിക്കും. കാരണം അവിടെ വളരെ ഡീപ്പിലാണല്ലോ വാട്ടർ കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ സൺലൈറ്റ് ഒക്കെ റീച്ച് ചെയ്യാനുള്ള ചാൻസും കുറവായിരിക്കും. അതാണ് നമ്മുടെ ഓഷ്യാനിക് സോൺ എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയുണ്ട്, ഇൻ്റർ ടൈഡൽ സോൺ ഉണ്ട്, നെറിറ്റിക് സോൺ ഉണ്ട്, ഓഷ്യാനിക് സോൺ. ഇതെന്തിനെ ബേസ് ചെയ്തിരിക്കും, സീ ഷോറിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 കാറ്റഗറി. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് റീച്ച് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഫോട്ടിക് സോൺ ഉണ്ട്, അഫോട്ടിക് സോൺ ഉണ്ട്, ഏറ്റവും ബോണ്ടത്തിൽ കാണപ്പെടുന്ന ബെന്തിക് സോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സെക്ഷനിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ഈ ഫിഷ് ഹെൽത്ത് മാനേജ്മെൻറ്റ്, ഈ ഒരു ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഫിഷ് ഹെൽത്ത് മാനേജ്മെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. ബൈ.